ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹൈ ചെയറിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ റിവ്യൂവും കൂടാണ് കേട്ടോ പറയുന്നത്. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ ചെയർ നോക്കിയപ്പോൾ ഇത് ഓക്കെ ആണെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയതാണേ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ലിറ്റിൽ ഒലീവ് ആണ് കേട്ടോ. ഞങ്ങൾ വാങ്ങുന്ന ടൈമിൽ ഏകദേശം ഒരു 2500 ആയിരുന്നു റേറ്റ് വന്നിട്ട്. പിന്നെ പാക്കേജിങ് ഒക്കെ നീറ്റായിരുന്നു കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഞാനതെല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഈ സീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ലെഗ്സ് വന്നിരിക്കുന്നത്. ലെഗ്സിൻ്റെ സ്റ്റീൽ റോഡുകൾ ഇതിൽ സീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ സ്റ്റോറേജ് ചെയ്യാനും അതേപോലെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത്. നമ്മൾ ആദ്യം ഈ സ്റ്റീൽ റോഡാണ് എടുക്കുന്നത്. അത് ടോട്ടൽ 8 സ്റ്റീൽ റോഡുണ്ട്. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത് കേട്ടോ. ഓരോ ടൈപ്പിലും 4 വീതം. അങ്ങനെ അതിലൊരു സ്റ്റീലിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മറ്റേ സ്റ്റീൽ റോഡിൻ്റെ ആ ഹോളിലൂടെ കയറ്റിയാൽ അത് അറ്റാച്ച് ആയിട്ടിരുന്നോളൂ. എന്നിട്ട് നമ്മൾ ആ ചെയറിൻ്റെ ഹോളിലൂടെ കയറ്റിയിട്ട് ആ ചെറിയ ഹോളിലൂടെ ആ സ്റ്റീലിൻ്റെ ബട്ടൺ പുറമേക്ക് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിർത്തണം കേട്ടോ. എന്നാലാണ് അത് ലോക്കായിട്ട് നിൽക്കുക. അങ്ങനെ തന്നെ ആ 4 കാലും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ. ഫുഡ് റെസ്റ്റ് വെക്കാനുള്ള ഏരിയ ആണിത്. അവിടെ നമ്മൾ ഒരേപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, അകത്തോട്ട് പ്രസ് ചെയ്താൽ അത് ഓക്കെ ആയി നിൽക്കും. പിന്നെ വീലാണ് കേട്ടോ വെക്കാനുള്ളത്. വീല് വെക്കാനുള്ള ഹോളാണ് ഈ കാണുന്നത്. അത് ജസ്റ്റ് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും അവിടെ അറ്റാച്ച് ആയിട്ട് നിന്നോളും. ഓക്കെ, ഇതാണ് ലെഗിൻ്റെ ബേസ് വന്നിട്ട്. അത് റബ്ബർ ഗ്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്ലിപ്പാവുമെന്ന് പേടിക്കുക വേണ്ട. പിന്നെ ഫോൾഡ് ചെയ്തിരുന്ന സീറ്റൊന്ന് ജസ്റ്റ് നിവർത്തി ആ ഹോൾ നോക്കി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്നത് ഡൈനിങ് ട്രേ ആണ്. അത് നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയതിൽ. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഡൈനിങ് ട്രേ കൂടെ വരുന്നുണ്ട്. ഇത് ലെതറിൻ്റെ പ്രീമിയം സീറ്റ് കുഷ്യനാണ് കേട്ടോ. അത് നമുക്കതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാം. സീറ്റിൽ വന്നിട്ട് 3 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് ആണ് വരുന്നത്. ആദ്യം ആ സെൻറ്ററിലാണ് കേട്ടോ, അവിടെ ഒരു ഹോളുണ്ട്. അതിൽ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ കയറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ലപോലെ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുക ഉറപ്പായിട്ടിരിക്കുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഈ 2 സൈഡിലും ഹോളുകളുണ്ട്, അവിടെ 2 എടുത്തും ഇതേപോലെ തന്നെ കയറ്റിയിട്ട് കൊടുക്കുക. സീറ്റ് ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടീനെ സേഫായിട്ട് വെക്കാൻ കഴിയും. വീഴുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഹൈ ചെയറൊക്കെ അസംബിൾ ചെയ്തതിന് ശേഷം ഏവക്കുട്ടിനെ ഇരുത്തിയിട്ടുള്ള അവളുടെ ഫസ്റ്റ് റിയാക്ഷനാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഈ ഹൈ ചെയർ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ മോൾ ഈ ഇടയായിട്ട് കുറച്ച് വാശി തുടങ്ങിയിട്ടുണ്ട്, എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണമെന്ന്. അത് പക്ഷേ എപ്പോഴും നമുക്ക് പോസിബിൾ അല്ലല്ലോ. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്ക് കുറച്ച് പാടായി തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഹൈ ചെയർ വാങ്ങി അതിലിരുത്തിയാൽ ഓക്കെ ആവും എന്നിങ്ങനെ തോന്നിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കാര്യം അതിലിരുത്തിയപ്പം അവൾക്ക് കുറേ കൂടി ഹൈറ്റിൽ എല്ലാ കാര്യങ്ങളും നല്ല വിസിബിളായിട്ട് കാണാൻ കഴിയുന്നതുകൊണ്ട് അവൾ ഓക്കെ ആയി, അവൾ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ഇരുത്തിയിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിലിരുത്തിയിട്ട് പോകുമ്പോൾ നമുക്കിപ്പം പേടിക്കണ്ട, സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് ഒന്നും പറ്റില്ല എന്ന് നമുക്കറിയാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ നിലത്തിരുത്തിയാൽ എന്തെങ്കിലുമൊക്കെ പെറുക്കി വായിലിടുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. ഇതിലത് ചിന്തിക്കേണ്ട. ഞങ്ങൾ ഈ ചെയർ വാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി കേട്ടോ. ഇത് വാങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവൾക്ക് ഫീഡ് ചെയ്യുന്നത് മുഴുവൻ
ഈ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലിരുത്തുമ്പോഴേ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി തുടങ്ങി ഇതിലിരുത്തിയാൽ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നല്ലൊരു ഫുഡ് റുട്ടീന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ ചെയറിലിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടതെന്നും ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പയ്യെ പയ്യെ പഠിക്കും. അതുപോലെ തന്നെ ഈ ഹൈ ചെയർ ഉണ്ടായതുകൊണ്ട് നമുക്ക് അവരെയും നമ്മുടെ കൂടെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ കഴിയും. അപ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻറ്റാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോഴും. അവരത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഏവക്കുട്ടിന് വാങ്ങിയൊരു ഹൈ ചെയറാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രം. അത്ര മാത്രമേ ഉള്ളേ. എന്നാൽ ശരി, ബൈ.